ഓ ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ കാണുന്ന മുണ്ണപ്പിള്ളേർക്കും ചുണ്ണപ്പിള്ളേർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെയിറ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് 2 ആഴ്ച പനിയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. അപ്പം ഞാൻ പോകുന്നു. ഓക്കെ ബൈ. നിങ്ങൾ എത്ര പേരറിയുന്നത് നമ്മൾ വിജയുടെ കരിയറിൽ തന്നെ ഏറ്റവും അവസാനത്തെ പടം ബാലയ്യയുടെ റീമേക്കാണ്. നമ്മുടെ ബാലയ്യയുടെ ഭഗവത് കേസരിയാണ് നമ്മളെ വിജയ് എടുത്ത് റീമേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ബാലയ്യ ആരെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇതാണ്. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. I'm the trouble. ഈ നടന് വേറെ ആർക്കും ഇല്ലാത്ത കുറെ കഴിവുകളുണ്ട്. ഇങ്ങനെ ഞാനും കണ്ടു നമ്മളുടെ ഭഗവത് പരക്കവി. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ അങ്ങനെ വിളിക്കുന്നതെന്ന്. അതെനിക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. സുഹൃത്തുക്കളെ, ഈ കോട്ടിട്ട മണ്ടനാണ് നമുക്ക് ഇന്ന് കഥ പറഞ്ഞു തരാൻ പോകുന്നത്. കൊടൂരമായിട്ടൊരു ജയിൽ. ആ ജയിലിനകത്ത് നമ്മുടെ VIP-യെ കുറേ വില്ലന്മാരായിട്ട് ഓടിക്കുകയാണ്. ആ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പൂപ്പൻ്റെ ബക്കറ്റ് തട്ടിയിട്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് നമ്മുടെ ഹീറോ അപ്പൂപ്പൻ്റെ എൻട്രി. മോന അവർക്ക് കുളിക്കാനും നനയ്ക്കാനും പല്ലിയേക്കാനും ആകപ്പാട് ആ ബക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബക്കറ്റ് അവർ തലത്തിട്ട് എങ്ങനെ പിന്നൊന്നും നോക്കിയില്ല, അടിയങ്ങ് ഉണങ്ങി. അങ്ങനെ തല്ലിത്തല്ലി ബോറടിച്ച നമ്മുടെ ബാലയ്യ പാട്ടും പാടി ഒരു ഇൻട്രോ സീനും ഇട്ട്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയേ, അയ്യോ നോക്കി വച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോയേ. അങ്ങനെ നമ്മുടെ ബാലയ്യയുടെ ഫൈറ്റ് കണ്ട് ഇൻസ്പയർ ആയ നമ്മുടെ ജയിലർ നമ്മുടെ ബാലയ്യ അങ്ങ് ദത്തെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജയിലർ മരണപ്പെടുന്നത്. അങ്ങനെ ജയിലറിൻ്റെ കൊച്ചിനെ നമ്മുടെ ബാലയ്യ ദത്തെടുക്കും. കൊച്ചിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ബാലയ്യ ഒരു ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കൊച്ചങ്ങ് വലുതാവും. DJ പാലത്തിൻ്റെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുമ്പം അങ്ങനെ കൊച്ചു വലുതായി നമ്മുടെ ലീലാമണിയാവും. ഈ കുരുപ്പാങ്കിലോ ഒന്നും ഇറങ്ങി രണ്ടിന് എക്സ്പ്രഷൻ ഇട്ടങ്ങ് മെഴുകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലീലാമണി ഐ ആം ദ റൈഡർ പാട്ടുവിട്ട് പോലീസ് വണ്ടിയുടെ പുറകെ ചെന്നിടിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ പടത്തിലെ നമ്മുടെ 2ാമത്തെ അവരാകത്തെ കാണുന്നത്, കാച്ചില്. ബൈ ദ വൈ, ഈ പേര് ഞാൻ ഇട്ടതല്ല, അവർ സ്വയം വിളിക്കുന്ന പേര്. നമ്മുടെ കാച്ചിലിന് ബാലയ്യോട് അഗാധമായ ഒരു പ്രണയമുണ്ട്. പക്ഷെ ബാലയ്ക്ക് ഇത് ഇഷ്ടമല്ല. സുഖമാണോ ആന്റി? കാരണം നമ്മുടെ കാച്ചിൽ ആന്റിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയാണ് കൂടെ പഠിച്ച ഒരാളെ ആന്റിന്ന് വിളിക്കും. അതെ ആന്റി, ഞങ്ങൾ ഭാര്യയും ഭർത്താവൊന്നും അല്ല. നമ്മളുടെ ലീലാമണി അറസ്റ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മുടെ ബാലയെ ചെന്ന് ചോദിച്ചു സ്റ്റേഷനിൽ എന്തിനാ അവളെ അറസ്റ്റ് ചെയ്തത്. നമ്മുടെ SI ബാലയെ ഊക്കിയിട്ടിട്ട് ഇറങ്ങി പോയി ഒരു ചായ മേടിച്ചിട്ട് വരാം. നീ പോയി ചൂടോടെ ചായ മേടിച്ചോണ്ട് വാ. കേട്ടവാതി കേൾക്കാത്ത മതി. നമ്മുടെ ബാലയെ കടയിൽ ചെന്നിട്ട് SIക്ക് ഒരു ചായ മേടിച്ചു കൊടുത്തപ്പം SIക്ക് വീണ്ടും ആകാരം ചായക്ക് ചൂടില്ല. എന്താ എഴഞ്ഞാണോ വന്നത്? ഇത് തണുത്തല്ലോ, പോയി ഒന്നും കൂടെ ചൂടാക്കിക്കൊണ്ട് കൊണ്ടുവാ പോ. നമ്മുടെ ബാലയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ആർക്കാണെങ്കിലും 2ാമത് ചായ മേടിച്ചോണ്ടിരണമെന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമല്ലോ. അതുകൊണ്ട് അവിടെ ഓൺ ദ സ്പോട്ടിൽ അവിടെ ഒരു അടുപ്പ് സെറ്റ് ചെയ്ത് ചായ തിളപ്പിച്ച് നമ്മുടെ ലീലാമണിയെ വിളിച്ചോണ്ടൊരു പോക്ക്. ചൂടില്ലല്ലോ, വേരല് മുക്കിയ തോൽ ഉരിഞ്ഞു പോകണ്ടേ, പൊള്ളിയില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും പ്രശ്നം. നമ്മൾ കുരുപ്പിനെ കോളേജിലെ കുറെ പിള്ളേർ കയറുന്ന റാക്ക് ചെയ്ത്. ഇതറിഞ്ഞ് നമ്മുടെ ബാലയ്യ ബുള്ളറ്റ് എടുത്ത് 100-110 പോക്ക്. ஃப்ரெண்ட்ஸ், பாண்டியம்மாள் ஒண்டே கிளாஸ்ல ஜாயின் பண்ணிருக்காங்க. உங்களுக்கு சைக்கிள் பேலன்ஸே கிடையாது. അവരുടെ വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു കാര്യമില്ലാതെ ബാലയ്യയുടെ കുറെ ഫ്ലാഷ് ബാക്ക് പറയും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ബാലയ്യ ഒരു പോലീസുകാരനാണ്. ഒരു കാട്ടിൽ കയറിയിട്ട് ഒരു കാര്യമില്ലാതെ ചുള്ളിക്കമ്പ് കിട്ടുന്ന കുറെ പേരെ വെട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളത് കേട്ടോണ്ടിരിക്കും. അതിനിടയ്ക്ക് വേറൊരു പ്രശ്നം, ആള് മാറി നമ്മുടെ ലീലാമണിയെ കുറെ ഗുണ്ടകൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതറിഞ്ഞതും വെറുതെ കിടന്നൊരു ടാങ്കർ ലോറി എടുത്തുകൊണ്ട് നമ്മുടെ ബാലയ്യ മാസായിട്ടൊരു വരവുണ്ട്. റാമ്പിൽ നിന്ന് ബൈക്ക് ജമ്പ് ചെയ്യുന്നതോടുകൂടി 2 സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ഉണ്ടാവും, ബോംബുകൾ. അത് നമ്മൾ ഗ്രാഫിക്സിൽ ആഡ് ചെയ്യും. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലുണ്ടാവും.
കലക്കും 3 കാറിനിടയിൽ ഇതൊക്കെ നമ്മുടെ രാജുവേട്ടൻ പണ്ടേ വിട്ട ഫീൽഡാണ്. ബാലയ്യയുടെ ഒരു ബക്കറ്റ് കറങ്ങുമ്പോഴത്തേക്കും അടിച്ചടി നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇത് നമ്മുടെ ലീലാമണിയെ കൊല്ലാൻ നോക്കിയത് പറയണ്ടല്ലോ, അടി അങ്ങോട്ട് തുടങ്ങി. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ബ്രോ ഐ ഡോണ്ട് കെയർ. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബാലയ്യയുടെ പാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കാച്ചിലിനെ മെയിൻ വില്ലൻ കട്ടുകൊണ്ടുപോയി. Psychologist Kachaini. The love of Bhagavan. ആ സമയം തന്നെയാണ് നമ്മുടെ ബാലയ്യെ കൊല്ലാൻ വേണ്ടി വില്ലൻ ഗുണ്ടകളെ അയക്കുന്നത്. കറക്റ്റ് അപ്പോഴാണ് നമ്മുടെ ബാലയ്യ പണ്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നമ്മുടെ VIP ബാലയ്യയുടെ രക്ഷകനായി വരുന്നത്. Coca-Cola, Pepsi, Bhagavan Chetan Sexy. Coca-Cola, Pepsi, Bhagavan Chetan Sexy. അങ്ങനെ വില്ലന്മാർ ആഞ്ഞു വെടിയൊക്കെ തുടങ്ങും. വില്ലന്മാരുടെ വായും കൊണ്ട് ഒരെണ്ണം പോലും ദേഹത്തുള്ളത്തില്ല, കാലിലെങ്കിലും ഒന്ന് കൊള്ളിക്കാ. അങ്ങനെ നമ്മുടെ വില്ലന്മാർ ഉണ്ടയൊക്കെ തീരുമ്പോഴത്തേക്കും നമ്മുടെ നായകൻ്റെ എൻട്രി. പക്ഷെ നമ്മുടെ ബാലയ്യ നമ്മുടെ വില്ലന്മാർ പാവല്ലേ, ടണലിനകത്ത് ഓക്സിജൻ ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെയാണെങ്കിൽ അവിടെ കിടന്ന് ഓക്സിജൻ സിലിണ്ടർ എല്ലാം കൂടെ എടുത്ത് മറിച്ചിട്ടിട്ട് ബലൂൺ പറത്തി വിടുന്നതൊക്കെ പറത്തി വിടുമല്ല. അങ്ങനെ ഗുണ്ടകൾ ഇറക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ വില്ലൻ ആ പഞ്ചായത്തിലെ കുറച്ച് മിനിസ്റ്റർമാരെ നമ്മുടെ ബാലയ്യെ വരട്ടാൻ വേണ്ടി ഇറക്കിയിരിക്കുകയാണ്. കൊള്ളാം, നമ്മുടെ ബാലയ്യ അനങ്ങുമോ? ബാലയ്യാണ് സ്റ്റാച്ചു പോലെ ഒരു നിൽപ്പങ്ങ് നിന്നിട്ട് ഒരു ഡയലോഗ് എന്ന് പറഞ്ഞു. 8ലോ 10ലോ ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോ 2 പുലി എന്റെ നേരെ ചാടി. അന്ന് രണ്ടും കൽപ്പിച്ച് നെഞ്ചി വിരിച്ച് ഞാനങ്ങ് നിന്നു. ഒരു പുലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുഴറ്റിയെടുത്ത് തറയിലടിച്ചു. ഇത് കണ്ട് മറ്റേ പുലി പേടിച്ച് വിറച്ച് കാട്ടിലേക്ക് തിരിച്ചോടി. അങ്ങനെ ക്ലൈമാക്സ് ഫൈറ്റ് ആയി. അവിടെ ഗത പോലെ നിലത്ത് കൊണ്ട് നടന്ന സാധനം എടുത്ത് വെച്ച് നമ്മുടെ ലീലാമണി അടിയെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ ബാലയ്യയും ലീലാമണിയും കൂടെ ചേർന്ന് നമ്മുടെ വില്ലനെ കൊന്ന് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ശുഭം.